അല്ലാഹു അക്ബർ 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 വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ് فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ വലിയ ഒരു വിഭാഗം അൽഹംദുലില്ലാഹ് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് ദുനിയാവിലെ ഏറ്റവും വലിപ്പമേറിയ ദിവസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള യൗമുൻ നഹറിൻ്റെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒരുപാട് പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്നും ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കാതെ ഒരു ബലിപെരുന്നാൾ എനിക്കും നിങ്ങൾക്കും ആഘോഷിക്കുവാൻ സാധിക്കുമോ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാന ഉമ്മ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? രണ്ട് നിലക്കുള്ള തഫ്സീറാണ് അതിനുള്ളത്. അതിലൊന്നാമത്തത്, എല്ലാ നന്മകളും അദ്ദേഹത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഖിസാലുൽ ഖൈർ, എല്ലാ നന്മകളുടെ അടയാളങ്ങളും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു. ഒരു സമൂഹത്തിൽ കാണപ്പെടുന്ന എന്തെല്ലാം വ്യക്തികൾക്കെല്ലാമുള്ള നന്മകളുണ്ടോ അത് അദ്ദേഹത്തിലുണ്ടായിരുന്നു. രണ്ടാമത്തത്, അദ്ദേഹം ഇമാമായിരുന്നു എന്നാണ്. സകല മനുഷ്യർക്കും ഇമാമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഗുണഗണങ്ങൾ അത് എമ്പാടുമാണ്. എല്ലാം വിശദീകരിക്കുക നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ ഒരു ബലിപെരുന്നാളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് ഈദിൻ്റെ സന്ദേശമായി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സത്യസന്ധനായ പ്രവാചകനായിരുന്നു എന്നാണ്. അസ്സിദ്ഖ്, സത്യസന്ധത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. എന്താണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ? വാക്കുകളും പ്രവർത്തനങ്ങളും തമ്മിൽ പൊരുത്തക്കേടില്ലാതിരിക്കലാണത്. പ്രഖ്യാപിച്ച ആദർശത്തോട് നീതി പുലർത്തലാണത്. അതിന് വിപരീതമായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കലാണത്. അതിനാണ് അസ്സിദ്ഖ് എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ പോലും റബ്ബിനോട് വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവേ നീ എനിക്ക് സിദ്ഖിൻ്റെ ലിസാൻ, സത്യസന്ധതയുടെ ലിസാൻ അഥവാ സൽകീർത്തി നൽകണമേ. പിൽക്കാലഘട്ടക്കാരിൽ അവർ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ലത് ഓർക്കണേ റബ്ബേ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, റബ്ബിനെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു.
ആ പ്രഖ്യാപനത്തിന് വിപരീതമായ ഒന്നും ആ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. മറിച്ച് ജീവിതത്തിലുടനീളം റഹ്മാനായ റബ്ബിനെ അനുസരിക്കുകയാണ് ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒട്ടനവധി കലിമത്ത് കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു നോക്കി. ഫഅതമ്മഹുന്ന, എല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു, ഒന്നുപോലും അദ്ദേഹം വീഴ്ച വരുത്തിയില്ല. വഇബ്രാഹീമല്ലദീ വഫാ, എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രഖ്യാപിച്ച ഞാൻ റബ്ബിനെ സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തോട് ഒരിക്കൽ പോലും അദ്ദേഹം എതിര് നിന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല, ഒരു നിലക്കും ഞാൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം തൗഹീദിന് വേണ്ടിയുള്ള ആഹ്വാനം നമുക്ക് കാണാൻ സാധിക്കും. ഷിർക്കിൽ നിന്ന് രാജാവിനെ, നാട്ടുകാരെ, ഉപ്പയെ, കുടുംബത്തെ എല്ലാവരെയും അദ്ദേഹം വിലക്കി. എന്നിട്ട് തൗഹീദ് സ്വീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രബോധനം നിർവഹിക്കുകയും ചെയ്തു. ഞാൻ ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല എന്ന ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, സത്യസന്ധത എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായതിനെ തള്ളിക്കളയലും സത്യസന്ധതയുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ വജ്തനിബു ഖൗല അസ്സൂർ, വിഗ്രഹങ്ങളാകുന്ന മ്ലേച്ഛതയെ നിങ്ങൾ ഒഴിവാക്കുക, കളവ് പറയുന്നതും നിങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും വലിയ കളവ് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഏറ്റവും വലിയ കളവ് അള്ളാഹുവിനെ നിഷേധിക്കലാണ്. ഏറ്റവും വലിയ കളവ് റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയലാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്നെല്ലാം എതിരായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു, സത്യസന്ധമായി ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ നിങ്ങൾ ഓർക്കണം, അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ സത്യസന്ധത നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം. വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധരായ ആളുകളുടെ കൂടെ കൂടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം സത്യസന്ധത പാലിക്കുക. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബായ റഹ്മാനായ അള്ളാഹുവിനോട് നാം സത്യസന്ധത പുലർത്തുക. പ്രവാചകനോട്, വേദഗ്രന്ഥമായ ഖുർആനിനോട്, നമ്മുടെ അമാനത്തുകളോട്, ഏറ്റെടുത്ത ജോലികളോട്, നമ്മുടെ കുടുംബത്തോട്, മാതാപിതാക്കളോട്, അയൽവാസികളോട്, ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും അല്ല സകല മനുഷ്യരോടും സത്യസന്ധത പുലർത്തുന്ന നല്ലവരായിരിക്കണം. സത്യസന്ധതയാണ് കരുത്ത്, അതാണ് സമാധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇന്ന സ്വിദ്ഖ തുമഅനീനത്തുൻ, സത്യസന്ധത സമാധാനമാണ്, അതാണ് ശക്തി. കളവ് പറയുന്നവരും കളവ് ചെയ്യുന്നവരും മനസ്സുകൊണ്ട് ദുർബലരായിരിക്കും, അതുകൊണ്ട് തന്നെ ശരീരം കൊണ്ടും. സത്യം പറയുന്ന ആളുകൾ മനസ്സുകൊണ്ട് കരുത്തരായിരിക്കും, അതുകൊണ്ട് അവരുടെ ശരീരത്തിനും ആ കരുത്തുണ്ടാകും. അതുകൊണ്ട് സത്യസന്ധത ജീവിതത്തിലുടനീളം പാലിക്കുക. ഇതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടാമത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തളുഹിയ്യ, ത്യാഗമാണ്, ബലി നൽകലാണ്. സത്യസന്ധതയുടെ ഏറ്റവും പ്രകടമായ തെളിവാണ് ത്യജിക്കുക എന്നുള്ളത്. താൻ വിശ്വസിക്കുന്ന ആദർശത്തിനു വേണ്ടി, താൻ മനസ്സിലാക്കിയ സത്യത്തിനു വേണ്ടി ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നാലും, പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് യഥാർത്ഥ ത്യാഗം. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ച കുഞ്ഞിനെയും തൻ്റെ ഇണയെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാർപ്പിക്കാൻ പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് സന്നദ്ധനായി. പിന്നീട് ആ കുഞ്ഞ് വളർന്ന് വലുതായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കണമെന്ന് സ്വപ്നം കാണിച്ചു. അദ്ദേഹം മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻളുർ മാദാ തറാ, മോനെ, അല്ലാഹു എനിക്ക് സ്വപ്നം കാണിച്ചു തന്നിരിക്കുന്നു, നിന്നെ അറുക്കണമെന്ന്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിന് തയ്യാറാവുകയാണ്. അപ്പോൾ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? അവിടെയും നമുക്ക് ആ ത്യാഗം കാണാം. അള്ളാഹു എൻ്റെ ജീവൻ എടുക്കാൻ, അതല്ലെങ്കിൽ എന്നെ അറുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ യാ അബതി ഫഅൽ മാ തുഅ്മർ, അള്ളാഹു എന്താണോ പറഞ്ഞത് ഉപ്പ നിങ്ങൾ അതനുസരിക്കൂ.
സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാലുക്കളിൽ എന്നെ കണ്ടെത്താം ഉപ്പ നിങ്ങൾക്ക്. അതുകൊണ്ട് റബ്ബ് പറയുന്നതനുസരിക്കൂ. റബ്ബ് പറയുന്നതനുസരിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും, പലതും ത്യജിക്കേണ്ടി വരും, പക്ഷേ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രിയപത്നിയായ ഹാജർ റളിയല്ലാഹു തആല അൻഹയിലും ആ ത്യാഗം കാണാം. അവരെ മരുഭൂമിയിൽ പാർപ്പിച്ചുകൊണ്ട്, മക്കയിൽ പാർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങിപ്പോകുമ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ അല്ലാഹു അമറക ബിഹാദ, അള്ളാഹുവാണോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നഅം, അതെ. എങ്കിൽ അവർ പറഞ്ഞു, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈയൊഴികയില്ല, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ആരോരുമില്ലെങ്കിലും, ഭർത്താവില്ലെങ്കിലും, കുടുംബക്കാരില്ലെങ്കിലും, നാട്ടുകാരില്ലെങ്കിലും, വെള്ളമില്ലെങ്കിലും, കൃഷിയില്ലെങ്കിലും റബ്ബ് പറഞ്ഞതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ ത്യാഗം അതാണ് ഇന്നും നാം ഓർക്കുന്നത്. ഹജ്ജിലൂടെ, ഉംറയിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുന്നു. ഉൽഹിയത്തിലൂടെ മകനാറുക്കാൻ തയ്യാറായ ആ സന്നദ്ധതയെ നമ്മൾ ഓർക്കുന്നു. സഫാ മർവ കുന്നുകൾക്കിടയിലൂടെയുള്ള സഅയിലൂടെ ഹാജർ റളിയല്ലാഹു തആല അൻഹയെ നാം ഓർക്കുന്നു. ആ ത്യാഗം ലോകാവസാനം വരെ മനുഷ്യർ ഓർക്കാൻ വേണ്ടി വേദഗ്രന്ഥത്തിലൂടെ, പ്രവാചകന്റെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്യജിക്കാതെ പരലോകം ലഭിക്കുകയില്ല. റഹ്മാനായ റബ്ബിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ത്യജിക്കണം. എങ്കിലേ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് കഴിയൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ത്യാഗത്തിലൂടെയും ത്യജിക്കുന്നതിലൂടെയുമാണ് ഒരു ലക്ഷണമൊത്ത മനുഷ്യനുണ്ടാകുന്നത്. ഒരു നല്ല പിതാവായി തീരണമെങ്കിൽ പലതും ത്യജിക്കേണ്ടി വരും. ഒരു നല്ല ഭർത്താവണമോ പലതും ത്യജിക്കേണ്ടി വരും. ഒരു നല്ല ഭരണാധികാരിയാവണമോ പലതും ത്യജിക്കേണ്ടി വരും. ഒരു നല്ല പ്രജയായി തീരണമോ പലതും ത്യജിക്കേണ്ടി വരും. അങ്ങനെ ത്യാഗത്തിലൂടെയല്ലാതെ നമുക്ക് നല്ല ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഈ ലോകത്തും സാധ്യമല്ല, പരലോകത്തും സാധ്യമല്ല എന്ന മഹനീയമായ സന്ദേശവും ഈ ഒരു ഈദുൽ അദ്ഹയിൽ നമുക്ക് സ്വീകരിക്കാനുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ ആ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഈദുൽ അദ്ഹയുടെ ദിവസത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ എല്ലാ മാതൃകകളും നമുക്ക് ഗുണപാഠമുള്ളതായി തീരട്ടെ. അത് പിൻപറ്റിക്കൊണ്ട് സഞ്ചരിച്ച് യഥാർത്ഥ വിശ്വാസികളായി മരണപ്പെട്ട് പരലോകത്ത് സ്വർഗം നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാകപ്പിഴവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ രാജ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകട്ടെ. ദൗലത്തുൽ ഇമാറാത്തിൻ്റെ ഹുക്കാമുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സുരക്ഷിതത്വവും നൽകുമാറാകട്ടെ. നമ്മുടെ നാടുകളിലെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകുകയും ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാ നിലക്കും അല്ലാഹു അനുവദിച്ച ആഹ്ലാദങ്ങൾ ആ അനുവദിച്ച രൂപത്തിൽ പ്രാവർത്തികമാക്കുവാനും ഹറാമിലേക്ക് പോവാതിരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكم الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين.